നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങളെല്ലാവരും ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോവാത്തതിനാണ്. സിഹ്ർ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തും ശൈത്താന്മാരുടെ അടുത്തേക്ക് ഞങ്ങൾ ആരും പോവാൻ പാടില്ല. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് പോയാൽ അവരുടെ 40 ദിവസത്തിന്റെ നിസ്കാരം അല്ലാഹു തആല ഖബൂൽ ചെയ്യുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോകുന്ന ഹദീസിൽ പഠിപ്പിക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ ഇലാ ഖുലൂബികും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്കല്ല നോക്കുന്നത്, വലാ ഇലാ സുവരികും ഒരു മനുഷ്യന്റെ ഭംഗിയിലേക്കോ ചന്തത്തിലേക്കോ രൂപത്തിലേക്കോ അല്ല അന്ന് നോക്കുന്നത്. പക്ഷേ വലാകിൻ ഇലാ ഖുലൂബികും ഒരു മനുഷ്യരെ ഹൃദയത്തിൽ അവിടെ കൽബശുദ്ധിയുണ്ട്, അവിടെ ചിന്തയൊന്നും നിസ്കരിക്കുമ്പോഴത്തേക്കും ഒരു ജാഗയ്ക്ക് പോകുമ്പോഴത്തേക്കും ഒരു അമലാക്കുമ്പോഴത്തേക്കും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലായിട്ട് അല്ലാഹു തആല നോക്കണം. അപ്പൊ നമ്മളെ കൽബ് നല്ലാക്കണം, നമ്മളെ മനസ്സ് ശുദ്ധിയാക്കണം. അതൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وعن صفية بنت أبي عبيد عن بعض أزواج النبي صلى الله عليه وسلم ورضي الله عنها عن النبي صلى الله عليه وسلم قال صلى الله عليه وسلم ചൊല്ലുന്നു, മൻ അതാ അറാഫൻ, ആരായിക്ക് ജ്യോത്സ്യന്മാരെ കൊണ്ട് പോയെങ്കിൽ എന്നിട്ട് ഫസഅലഹു അൻ ഷൈഇൻ, ഇയാൾ ചൊല്ലുന്ന കാര്യങ്ങൾ അയാളുടെ കേട്ട് ഇയാൾക്ക് ആവശ്യമുള്ള കാര്യമെല്ലാം ചൊല്ലിട്ടു, ജ്യോത്സ്യന്മാരുടെ ചൊല്ലിട്ടു, അവരുടെ അന്യം കണ്ടേക്കും. എന്നിട്ട് ഇയാളെ കാര്യമെല്ലാം ജ്യോത്സ്യരുടെ ചൊല്ലിട്ടു, അയാൾ ചൊല്ലുന്നില്ല ഇയാൾ വിശ്വസിച്ചിട്ട് കണ്ടെങ്കിൽ, അയാൾ ചൊല്ലിയ കാര്യം ഇയാൾ ആക്കിയിട്ട് കണ്ടെങ്കിൽ ലം തുഖ്ബൽ ലഹു സ്വലാത്താൻ 40 യൗമ, അവിടെ 40 നിസ്കാരം അല്ലാഹു തആല ഒരിക്കലും ഖബൂൽ ചെയ്യില്ല. ഇതിന്റെ 40ാമത്തെ നിസ്കാരം അല്ലാഹു ബാനറ്റ് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ആത്മാരാവട്ടോ, ഞങ്ങളുടെ പെഞ്ഞന്മാരാവട്ടോ, ഞങ്ങളുടെ മക്ക ആവട്ടോ, ഞങ്ങളുടെ സഹോദരന്മാർ എല്ലാം ആറും അങ്ങനെ പോടുമ്പോ തീര ഞങ്ങളുടെ അയൽവാസികൾ പോണ്ടരുണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ എന്താക്കണോ ചെല്ലും മസീഹത്ത് ചൊന്നിട്ടു, ബുദ്ധി ചൊന്നിട്ടു, അങ്ങനെ ഞങ്ങൾ നല്ല ആക്കണോ ട്രൈ ആക്കണോ. നിങ്ങൾ നിസ്കാരം അല്ലാഹു കബൂലാക്കില്ല. അത്തരത്തിലുള്ള കാര്യം നിങ്ങൾ ആരും ആക്കണോ തീര, ശൈത്താന്മാരെ കൊണ്ട് പോടുമ്പോ തീര ഞങ്ങളുടെ വിശ്വാസം ശരിയാവില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യം ആക്കാണ്ട് ജീവിക്കുമോ ഞങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയതും കേട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഒരു അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബാണ് ഞങ്ങൾ നിസ്കരിക്കുക, ആ നിസ്കാരത്തിൽ എന്തെങ്കിലും ന്യായക്കുറവ് ഒരു കടുകിട മണിക്കൂർ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, മുഹറം തിങ്കളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നിസ്കാരം എല്ലാം കബൂലാക്കണം അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് നിസ്കരിച്ചവരല്ല റബ്ബേ, ഒരുപാട് നോമ്പ് പിടിച്ചവരല്ല അല്ലാഹ്, ഒരുപാട് ദിക്ർ ചൊല്ലുന്നവരല്ല അല്ലാഹ്, ഒരുപാട് ദുആ ആക്കുന്നവരല്ല റബ്ബേ, ഒരുപാട് ഇബാദത്ത് എടുക്കുന്ന മനുഷ്യന്മാരല്ല അല്ലാഹ്. എങ്കിലും ഇബാദത്തെടുത്ത ഇബാദത്തിന ചെറിയ 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 ഇബാദത്തുണ്ട്, അതെല്ലാം നീ കബൂലാക്കണം അല്ലാഹ്. ശരിയായിട്ടില്ല നീ പഠിച്ചറിയത് റബ്ബേ. അല്ലാഹുവേ ഫുള്ള് കാല് പൊട്ട് പോലെ, കാല് ഫുള്ള് തന്നി വെണ്ട പോലെ അഫലാ അകൂന അബ്ദൻ ശകൂറാ എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഞാൻ അന്തടെ കൊണ്ടോരു അന്യമുള്ളവർ അടിമ ആവണ്ടേ ആയിഷാത്ത്. ആയിഷ ബീവി റളിയല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുള്ള് നിസ്കരിച്ച് കേട്ടുപോയി സുബ്ഹാനല്ലാഹ്. അങ്ങനെ നോക്കുമ്പോ നമ്മൾ നിസ്കരിച്ച നിസ്കാരം ഓടക്കും എത്തല്ല. അല്ലാഹുവേ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം അത് തെന്നായിരിക്കും, അത് ശരിയായിട്ടില്ല ശരി ഞങ്ങളെ നരകത്തിൽ വലിച്ചെറിയറബേ. ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം എല്ലാം കബൂലാക്കി ഒന്ന് സ്വർഗത്തെ അനുഗ്രഹിക്കുക അല്ലാഹ്. നരകത്തെ തൊട്ട് ഞങ്ങളിൽ നിന്ന് മരിച്ചവരെയും ഞങ്ങളുടെ കുടുംബക്കാരെയും ബാപ്പുമ്മ പെഞ്ഞ മക്കളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആമീൻ.
برحمتك يا ارحم الراحمين